3 തലത്തിലുള്ള നടപടികൾക്കാണ് യോഗം രൂപം നൽകിയത്. സമാധാനം പാലിക്കാനുള്ള കർശന നിർദ്ദേശം ഇരു പാർട്ടികളും അടിത്തട്ടിൽ വരെയുള്ള പ്രവർത്തകർക്കും അണികൾക്കും നൽകും. അക്രമം ഉണ്ടായാൽ അത് ഉത്ഭവിച്ച സ്ഥലത്ത് തന്നെ അമർച്ച ചെയ്യും. പടരാതിരിക്കാൻ മുൻകരുതലുകൾ അവിടെ വെച്ച് തന്നെ സ്വീകരിക്കും. അക്രമബാധിത മേഖലകളിൽ ജില്ലാ നേതാക്കൾ ഇടപെട്ട് ഉഭയകക്ഷി യോഗങ്ങൾ ചേരും. പയ്യന്നൂരിൽ 11-ന് ആദ്യ യോഗം നടക്കും. തുടർന്ന് തലശ്ശേരിയിലും ഉഭയകക്ഷി ചർച്ചയുണ്ടാകും. നേതാക്കൾ ഉൾപ്പെട്ടുള്ള യോഗങ്ങൾ തുടർന്നും ചേരാനും തീരുമാനമായി. റവന്യൂ, പോലീസ് തുടങ്ങി ജില്ലാ ഭരണകൂടം നടത്തുന്ന ഇടപെടലുകളാണ് മൂന്നാമത്തേത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ ഇടപെടൽ രണ്ടു പാർട്ടികളുടെയും നേതാക്കന്മാർ നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിലുണ്ടായിട്ടുള്ള ഒരു തീരുമാനം. സമാധാനവും ശാന്തിയും സമൂഹത്തിൽ ഉണ്ടാകുന്നതിനാവശ്യമായി എടുക്കുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഈ ഉഭയകക്ഷി ചർച്ചയിൽ പൂർണ്ണ പിന്തുണയാണ് ഇരുവിഭാഗവും നൽകിയത്. നാളെ തിരുവനന്തപുരത്ത് നടക്കുന്ന സർവകക്ഷി സമാധാന യോഗത്തിലെ തീരുമാനം കൂടി പരിഗണിച്ച് വിശദമായ പദ്ധതി ഉണ്ടാക്കാനും ധാരണയായി. കോടിയേരിക്ക് പുറമെ CPM-നെ പ്രതിനിധീകരിച്ച് P. ജയരാജൻ, MC പവിത്രൻ, TI മധുസൂദനൻ എന്നിവരും BJP, RSS പ്രതിനിധികളായി P. ഗോപാലൻകുട്ടി മാസ്റ്റർ, KK ബാലറാം, K. പ്രമോദ്, K. രഞ്ജിത്ത്, C. സത്യപ്രകാശ്, P. ശശിധരൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.